സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പെർസെൻറ്റേജ് കോൺസെപ്റ്റ് യൂസ് ചെയ്ത് എങ്ങനെ ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം സിമ്പിൾ ഇൻട്രസ്റ്റ് എന്താന്ന് പറയാം. സിമ്പിൾ ഇൻട്രസ്റ്റ് അതായത് പലിശ എന്ന് പറയുമ്പോൾ ഒരു പ്രിൻസിപ്പൽ എമൗണ്ടിന് മേൽ ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ആണ് സിമ്പിൾ ഇൻട്രസ്റ്റ്. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല SI=PNR/100. അതിൽ P എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്, N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്, R എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് അറിയാം. എമൗണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എമൗണ്ട് A=SI+P. ഇതിൽ P എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ആണ്, SI എന്ന് പറയുന്ന സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോ പ്രിൻസിപ്പൽ എമൗണ്ട് 1000 ആണ്, റേറ്റ് 10%, ടൈം 2 ഇയേഴ്സും ആണെങ്കിൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ടൈം ഇൻറ്റു റേറ്റ്, ദാറ്റ് ഇസ് 2 × 10, 20% ആയിരിക്കും. അതായത് 100 ടെൻസ് ടു 1000 ആവുമ്പോൾ 20 ടെൻസ് ടു 200. അതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പൽ എമൗണ്ട് 1200 ആണ് തന്നിട്ടുണ്ട്, റേറ്റ് പെർസെൻറ്റേജ് 5%, ടൈം 3 ഇയേഴ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈം ഇൻറ്റു റേറ്റ്, ദാറ്റ് ഇസ് 3 × 5, 15% ആയിരിക്കും. അപ്പോൾ 100 ടെൻസ് ടു 1200 ആണ് നമുക്കറിയാം. അപ്പോൾ 1 ടെൻസ് ടു 12, 15 ടെൻസ് ടു 15 × 12, ദാറ്റ് ഇസ് 180. അങ്ങനെ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ നമ്മൾ എമൗണ്ട് എത്രയായിരിക്കും? എമൗണ്ട് എന്ന് പറയുന്നത് P+SI, ദാറ്റ് ഇസ് 1200 + 180, 1380 എന്ന് കിട്ടും. സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എപ്പോഴും സെയിം ആയിരിക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ കേസിൽ ഇൻട്രസ്റ്റ് പ്രിൻസിപ്പൽ സമ്മുമായിട്ട് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഫോർമുല എന്ന് പറയുന്ന എമൗണ്ട് മൈനസ് പ്രിൻസിപ്പൽ ആണ്. അതിൽ എമൗണ്ട് കണ്ടുപിടിക്കുന്ന ഫോർമുല A=P × 1 + R/100 അതായത് അതിൽ P എന്ന് പറയുന്ന പ്രിൻസിപ്പൽ എമൗണ്ട്, R എന്ന് പറയുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഇയേഴ്സ്, A എന്ന് പറയുന്ന എമൗണ്ട് ആണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് P × 1 + R/100 P. ഇതിൽ P കോമൺ ആയിട്ട് എടുക്കുമ്പോൾ P × 1 + R/100 ആണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഫോർമുല യൂസ് ചെയ്യാറില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ 4 bases, ദാറ്റ് ഇസ് കോമ്പൗണ്ടഡ് ആനുവലി, ഹാഫ് ഇയർലി, ക്വാർട്ടർലി ആൻഡ് മന്ത്ലി. ആനുവലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റേറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന R ആയിരിക്കും, ടൈം T ആയിരിക്കും. ഹാഫ് ഇയർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റേറ്റ് എന്ന് പറയുന്നത് R/2%, ടൈം 2T ആയിരിക്കും. ക്വാർട്ടർലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റേറ്റ് എന്ന് പറയുന്നത് R/4%, ടൈം 4 times ആയിരിക്കും, ദാറ്റ് ഇസ് 4T. മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റേറ്റ് എന്ന് പറയുന്നത് R/12%, ടൈം 12T ആയിരിക്കും. സക്സസീവ് ചേഞ്ച് ഇൻ പെർസെൻറ്റേജ് മെത്തേഡിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതിലെ ഫോർമുല എന്ന് പറയുന്നത് X + Y + XY/100 ആണ്. എന്ന് വെച്ചാൽ 2 times ഇൻക്രീസ് ചെയ്യുമ്പോൾ ഉള്ള ഫോർമുലയാണിത്, X + Y + XY/100. ഇതിലിപ്പോ എക്സും വൈയും സെയിം ആയിട്ടുള്ള കേസിലാണെങ്കിൽ 2x + x²/100 ആണ് വരുന്നത്. നമ്മളിപ്പോ ഈ എക്സിന് പകരം റേറ്റ് പെർസെൻറ്റേജ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതായത് ഇപ്പൊ റേറ്റ് പെർസെൻറ്റേജ് 10%, ടൈം 2 ഇയേഴ്സും ആണെന്ന് വെച്ചോ. അപ്പോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എത്രയായിരിക്കും? റേറ്റിന് പകരം ഇവിടെ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 2 × 10 + 10²/100, അതായത് 20 + 100/100, ദാറ്റ് ഇസ് 21% വരും. എന്ന് വെച്ചാൽ റേറ്റ് പെർസെൻറ്റേജ് 10% ആയിരിക്കുന്ന കേസിലും ഫോർ 2 ഇയേഴ്സ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 21% ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 × 10, ദാറ്റ് ഇസ് 20% ആയിരിക്കും. അതുപോലെ റേറ്റ് 20% ആയിരിക്കുന്ന കേസിൽ ഫോർ 2 ഇയേഴ്സ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2x + x²/100 ഫോർമുലയിൽ ഇട്ട് കൊടുക്കുമ്പോൾ 20 + 20 + 20 × 20/100, ദാറ്റ് ഇസ് 44%. അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 × 20, ദാറ്റ് ഇസ് 40% എന്ന് വരും. എക്സാമിന് കോമൺ ആയിട്ട് ചോദിക്കുന്ന റേറ്റ് പെർസെൻറ്റേജും അതിന്റെ ഇൻട്രസ്റ്റ് വാല്യൂവിന്റെ പെർസെൻറ്റേജ് ഞാനിവിടെ ഒരു ടാബുലർ ഫോമിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതെന്താന്ന് നോക്കാം. റേറ്റ് പെർസെൻറ്റേജ് 5% ആയിരിക്കുമ്പോൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് 2x + x²/100 5 ഇട്ട് കൊടുക്കുമ്പോൾ 2 × 5 + 5²/100, ദാറ്റ് ഇസ് 10.25% എന്ന് വരും. അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് 2 × 5, ദാറ്റ് ഇസ് 10% എന്ന് വരും. ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ദാറ്റ് ഇസ് 0.25% എന്ന് വരും. അതുപോലെ 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കുമ്പോൾ
കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് 21%, സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് 2 into 10%, ദാറ്റ് ഇസ് 20% ആയിരിക്കും. അതുപോലെ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 21 minus 20, ദാറ്റ് ഇസ് 1%. അതുപോലെ 15% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കുന്ന കേസിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് 32.25%, സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് 2 into 15, ദാറ്റ് ഇസ് 13%. ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2.25%. അതുപോലെ റേറ്റ് ഓഫ് പെർസെന്റേജ് 20 ആയിരിക്കുന്ന കേസിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് 44%, ദാറ്റ് ഇസ് 2 into 20 പ്ലസ് 20 സ്ക്വയർ ബൈ 100 ചെയ്യുമ്പോൾ 44% വരും. അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 40%, ഡിഫറൻസ് എന്ന് പറയുന്നത് 4% ആയിരിക്കും. ഇത് കോമൺലി ചോദിക്കുന്ന റേറ്റ് പെർസെന്റേജിന്റെ വാല്യൂസ് ആണ്. ഇതൊന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഫോർ 3 ഇയേഴ്സിന്റെ വാല്യൂസ് ആണ് ഈ ടേബിളിൽ കിടക്കുന്നത്. അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 5%, 10%, 15% ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വാല്യൂസ് അത് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 12,000, റേറ്റ് എന്ന് പറയുന്നത് 5% ആണ് തന്നിട്ടുണ്ട്. ടൈം എന്ന് പറയുന്നത് 2 ഇയേഴ്സ് കോമ്പൗണ്ടഡ് ആനുവലി. സോ ഫൈൻഡ് ദി കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം പ്രിൻസിപ്പൾ എന്ന് പറയുന്ന 100% ടെൻസ് ടു 12,000. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? അറ്റ് 5% പെർ ആനം. ടേബിൾ നോക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് 10.25% ആണ്. സോ 10.25% ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതായത് 100 ടെൻസ് ടു 12,000, 1 ടെൻസ് ടു 120. സോ 10.25 ടെൻസ് ടു 120 into 10.25, ദാറ്റ് ഇസ് 1230. അങ്ങനെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വാല്യൂ 1230 എന്ന് കിട്ടും. ഒരു ക്വസ്റ്റിനും കൂടെ നോക്കാം. എമൗണ്ട് 10,000ഉം റേറ്റ് 20%, ടൈം 2 ഇയേഴ്സ് കോമ്പൗണ്ടഡ് ആനുവലി ആണെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്തായിരിക്കും? നമുക്കറിയാം 100 എന്ന് പറയുന്നത് 100 ടെൻസ് ടു 1000 ആവും, 1 ടെൻസ് ടു 100. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറ്റ് 20% പെർ ആനം ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് ടേബിൾ നോക്കുകയാണെങ്കിൽ 20%ൽ 44% ആവും. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 44 ടെൻസ് ടു 4,400. സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2 into 20, ദാറ്റ് ഇസ് 40% ടെൻസ് ടു 4,000. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. എ സം ഓഫ് മണി അറ്റ് 10% പെർ ആനം ഫോർ 3 ഇയേഴ്സ് കോമ്പൗണ്ടഡ് ആനുവലി ഈസ് ₹12,000. വാട്ട് ഈസ് ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്? അപ്പൊ ഇതിൽ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് 12,000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10% ആണ്. ടൈം 3 ഇയേഴ്സ് ആണ്. സോ 100 ടെൻസ് ടു 12,000, 1 ടെൻസ് ടു 120. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് അറ്റ് 10% പെർ ആനം എന്ന് പറയുന്നത് എത്രയാണ്? 33.1%. 33.1 tends to 120 into 33.1, that is 3972 എന്ന് കിട്ടും. അപ്പോൾ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? പ്രിൻസിപ്പൽ പ്ലസ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ദാറ്റ് ഇസ് 12,000 പ്ലസ് 3972, ദാറ്റ് ഇസ് 15,972 എന്ന് വരും. എ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ₹24,000 at 10% per annum for 1.5 years, ഇൻട്രസ്റ്റ് ബീങ് കോമ്പൗണ്ടഡ് സെമി ആനുവലി ഈസ്. ഇതിൽ സെമി ആനുവലി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹാഫ് ഇയർലി ആണ്. ഹാഫ് ഇയർലി ആവുന്ന കേസിൽ നമുക്കറിയാം റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? R/2 ആവും. അതായത് 10/2, ദാറ്റ് ഇസ് 5% ആവും. അതുപോലെ ടൈം എന്ന് പറയുന്നത് 2 times ആവും. 2 into 3/2, ദാറ്റ് ഇസ് 3 എന്ന് വരും. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 15.7625% ആണ്. 15.7625% ആണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ്. സോ 100 ടെൻസ് ടു 24,000 ആണെന്നറിയാം. അപ്പോൾ 15.7625 ടെൻസ് ടു എത്രയാണ് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 100x is equal to 15.752625 into 2.5, that is 100x is equal to 378300. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 3 ഇയേഴ്സ് എന്ന് പറയുന്നത് 3783 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ. The sum for 2 years gives a compound interest of ₹3,225 at the rate of 15% per annum. The sum is, നമുക്കറിയാം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് തന്നിട്ടുണ്ട് 3225. റേറ്റ് എന്ന് പറയുന്നത് 15% ആണ്.
ടൈം 2 ഇയേഴ്സ് ആണ്. സോ 15% റേറ്റ് വരുന്ന സമയത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വാല്യൂ 32.25 ആണ്. 32.25 ടെൻസ് ടു 3225. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പിൾ ആണ്, 100 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 1 ടെൻസ് ടു 3225 ബൈ 32.25 100 എന്ന് വരും. സോ 100 ടെൻസ് ടു 10,000. അതായത് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന 10,000. Question: The compound interest on a certain sum of money for 2 years at 10% per annum is rupees 420. Simple interest on the same sum at the same rate and for the same time will be. So compound interest for 2 years എന്ന് പറയുന്നത് 420 given ആണ്. നമുക്കറിയാം 10% per annum for 2 yearsൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 21 ആണ്. 21 ടെൻസ് ടു 420 തന്നിട്ടുണ്ട്. സോ 1 ടെൻസ് ടു 20 ആയിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് 2 into 10%, ദാറ്റ് ഇസ് 20. 20 ടെൻസ് ടു 400 എന്ന് വരും. അങ്ങനെ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് 400 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ: ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ compound interest and simple interest for 2 years on a sum of money lent at 5% is rupees 6, then the sum is. ഇതിലിപ്പോൾ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഡിഫറൻസ് ഫോർ 5% പെർ ആനം ആണ്. 5% ആവുന്ന കേസിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ വാല്യൂ എന്താണ്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വാല്യൂ 10.25ഉം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ വാല്യൂ 10ഉം ആണ്. സോ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 0.25%. 0.25 ടെൻസ് ടു 6 അതാണ് തന്നിട്ടുള്ളത്. സോ 1 ടെൻസ് ടു 24 എന്ന് വരും. സോ കണ്ടുപിടിക്കേണ്ട സം ആണ്. സം എന്ന് പറയുന്നത് 100 ടെൻസ് ടു 2400 എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ: The difference between simple interest and compound interest of a certain sum of money at 20% per annum for 2 years is rupees 48. Then the sum is. ഇതിൽ നമുക്കറിയാം 20% per annum വരുന്ന കേസ് ഫോർ 2 ഇയേഴ്സിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ വാല്യൂ 44%ഉം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ വാല്യൂ 2 into 20 ദാറ്റ് ഇസ് 40%ഉം ആണ്. സോ ദ ഡിഫറൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 4% ടെൻസ് ടു 48. സോ 1 ടെൻസ് ടു 12. സോ സം എന്ന് പറയുന്നത് 100 ടെൻസ് ടു 1200. അങ്ങനെ നമുക്ക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 1200 ആണ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഓൺ rupees 2500 ഫോർ 2 ഇയേഴ്സ് അറ്റ് 4% പെർ ആനം ഇസ്. ഇതിലിപ്പോ 4% ആണ് വന്നിരിക്കുന്നത്. 4% വരുന്ന കേസിൽ നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എത്രയായിരിക്കും? 2 into 4 ദാറ്റ് ഇസ് 8% എന്ന് വരും. അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മുടെ ഫോർമുല സക്സസീവ് ചേഞ്ച് ഇൻ പെർസെന്റേജ് ഫോർമുല 2x plus x square by 100 ഇട്ട് കൊടുക്കുമ്പോൾ 2 into 4 plus 4 square by 100 that is 8.16% എന്ന് വരും. സോ ഡിഫറൻസ് ബിറ്റ്വീൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8.16 minus 8 that is 0.16% എന്ന് വരും. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 0.16% എത്രയാണെന്നാണ്. സോ ഇവിടെ പ്രിൻസിപ്പിൾ തന്നിട്ടുണ്ട് 2500. 100 ടെൻസ് ടു 2500. 1 ടെൻസ് 25. സോ 0.16 ടെൻസ് ടു 25 into 0.16 ദാറ്റ് ഇസ് rupees 4 എന്ന് വരും. അതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ എ സം ഓഫ് മണി ഫോർ 2 ഇയേഴ്സ് അറ്റ് 4% പെർ ആനം ഇസ് rupees 1. ദ സം ഓഫ് മണി ഈസ്. ഇതിലെ റേറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് 4% ആണ്. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എത്രയായിരിക്കും? 4 into 8 ദാറ്റ് ഇസ് 8%. അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോർ 2 ഇയേഴ്സ് എത്രയായിരിക്കും? 2x plus x square by 100 ഇട്ട് കൊടുക്കുമ്പോൾ 8.16% ആണ് കിട്ടും. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് 0.16%. 0.16 ടെൻസ് ടു 1. സോ 1 ടെൻസ് ടു എത്രയായിരിക്കും? 1 by 0.16 100 by 16 എന്ന് വരും. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. സോ പ്രിൻസിപ്പൽ 100 ടെൻസ് ടു 100 by 16 into 100 ദാറ്റ് ഇസ് 625 ആണ് വരും. അതാണ് നമ്മുടെ സം. അടുത്ത ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇൻട്രസ്റ്റ് ഏൺഡ് ഓൺ rupees 15,000 after 2 years in 2 different schemes, one offering 12% simple interest and the other offering 10% compound interest compounded annually. So ഈ കേസിൽ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ റേറ്റ് പെർസെന്റേജും കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ റേറ്റ് പെർസെന്റേജും ഡിഫറെന്റ് ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 2 into 12% ദാറ്റ് ഇസ് 24%. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% പെർ ആനം ഫോർ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് 21% ആണ്. സോ ഡിഫറൻസ് എന്ന് പറയുന്നത് 24 minus 21 3%.
അപ്പൊ ഇതിൽ നമുക്ക് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം പ്രിൻസിപ്പൽ എമൗണ്ട് 100 ടെൻസ് ടു 15,000 ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. 1 ടെൻസ് ടു 150. സോ ഡിഫറൻസ് 3 ടെൻസ് ടു 450 എന്ന് വരും.